ഹായ്, ഞാൻ എന്താ വർക്ക് സ്പേസിൽ എത്തിട്ടോ. ഒന്നേക്കാൾ മുന്നേ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് വിളിച്ചു നോക്കാം. ഉണ്ടോന്നുണ്ട്. ദോശയാണേ. ഫുള്ള് ഇവിടെ അടിച്ചു വാരി ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്പ്രേ തീർന്നിട്ടോ. ഞാൻ പറയുന്ന ഓടിയൊന്നും കേൾക്കണ്ടല്ലോ. മൈക്ക് ഒറ്റൊന്നുമല്ലല്ലോ. ആ സ്പ്രേ എടുപ്പി നമ്മൾ ഈ ഇതാട്ടോ. അതെന്താ മിസ്റ്റിക് മസ്ക് എന്ന് പറഞ്ഞ ഫ്ലേവറാണ്. കഴിഞ്ഞില്ലേ? ഫുഡ് എടുക്കുക. വിശക്കുന്നു. ഫുഡ് വെച്ചിട്ട് കാണാം. ഇവിടുത്തെ ഇത് മാറ്റണം കേട്ടോ. ഈ ഫ്രെയിമിന്റെ സാധനമൊക്കെ മാറ്റണം. എന്താ ഫുഡ്? ദോശ. പിന്നെ ഇന്നലത്തെ ചിക്കൻ്റെ ദോശയും ഇന്നലത്തെ ചിക്കൻ. നാളെ ഫുഡ് ഞാൻ കാല് തൂത്തിട്ടില്ല. അതൊന്നും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ തൂക്കരുത്. അന്ന് എൻ്റെ അടുത്ത് മോള് തൂക്കാൻ ബാഗിൽ ഫുള്ളായിട്ട് അന്ന് തൂത്തിട്ട്. ഇന്ന് ഇന്നാന്ന് തൂത്തില്ല. നല്ല ടൈറ്റ് ചെയ്ത് പാക്ക് ചെയ്ത്. അതൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പോ എന്തെങ്കിലും കണ്ടിട്ട് തിന്നല്ലേ. സ്ഥിരമായിട്ടുള്ള നമ്മളെ വീഡിയോനെ കണ്ടിട്ടാട്ടോ തിന്നുന്നത്. പൊതുവെ എന്തെങ്കിലും സിനിമ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് തിന്നുന്നത്. നമ്മളെ സ്വന്തം വീഡിയോ ആട്ടോ കാണുന്നത്. തിന്നോക്ക്. ഓക്കെ. അപ്പം നമ്മളെ വീഡിയോനെ കണ്ടിട്ട് തിന്നട്ടെ. ഫുഡ് കഴിച്ചാൽ ഇനി നമ്മളെ നോർമൽ പോലെ രാവിലെ തന്നെയുള്ള പ്രിൻറ്റിങ്ങിലേക്ക് പോവാം കേട്ടോ. അപ്പം ഇന്ന് ആദ്യം ഫസ്റ്റ് എന്ത് ചെയ്തൊക്കെ പ്രിൻ്റ് ചെയ്യാനുള്ളതെന്നുള്ളത് സോർട്ട് ഔട്ട് ചെയ്തൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യാം. എല്ലാവർക്കും എന്താ പണിയുള്ളത്? പണിയില്ല. അങ്ങനെ കുറച്ച് പണികളുണ്ട്. ഇന്നലെ നമ്മൾ വീഡിയോ എടുത്തിട്ടോ. നമ്മളൊരു 3 വീഡിയോ എടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ അത് എഡിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ അത് എഡിറ്റ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ അതൊക്കെ ചെയ്യാം അല്ലേ. ഇത് ഞാൻ പിങ്ക് ടോപ്പും ഈ ബ്ലൂ ജീൻസായിട്ട് സ്ലീവ്ലെസ് ആണ്. അറിയാം. ബാക്കിലും എടുത്തിട്ടാണ്. വെയിലത്ത് ഇറങ്ങാൻ പറ്റില്ല. ഫുള്ള് ടാൻ അടിക്കും. നമുക്ക് കുറച്ച് വൈകുന്നേരമായിട്ട് എന്തായാലും ഡിസ്പാച്ച് ചെയ്യാൻ വൈകുന്നേരമൊക്കെ പോവുള്ളൂ. അപ്പം ഉച്ചയ്ക്ക് ഇനി പുറത്തിറങ്ങേണ്ടി വരില്ല വിചാരിക്കാം. ഈ ഡ്രസ്സ് എന്ന് വെച്ചാൽ എനിക്ക് ഓണത്തിന് ഇവൻ്റെ വീട്ടിൽ നിന്ന് ഗിഫ്റ്റായിട്ട് തന്നാട്ടോ. ഇതും വേറൊരു ഫ്രോക്കും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളിതാ ഈ ഒരു ഫ്രെയിം കൂടെ വെച്ചാൽ ഇന്നലെ വീഡിയോ എടുക്കാൻ വേണ്ടി വെച്ചാൽ കേട്ടോ. അത് അവിടെയാണ്. പിന്നെ ഇങ്ങോട്ട് ഇന്നലെ വീഡിയോക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഈ ഫ്രെയിം നമ്മൾ മാറ്റാൻ പോവാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലത്തെ സാധനം ഇത് കുറേ കാലമായി ഈ സെയിം കോഡ്സിൻ്റെ കാണുന്നത്. അപ്പോൾ മാറ്റിയിട്ട് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സാധനം വെച്ചിട്ട് ഇവിടെ നമ്മൾ ഫ്രെയിമാക്കി സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതാണല്ലോ അത്. ഇതിപ്പോൾ ഇങ്ങനെ പോർട്രേറ്റിലാണല്ലോ നമ്മൾ ലാൻഡ്സ്കേപ്പ് ഇങ്ങനെ. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നല്ല വൃത്തിയായിട്ട് കിട്ടുമല്ലോ. പിന്നെ ഇവിടുത്തെ ഒന്ന് മാറ്റുന്നുണ്ടോ? ഒന്ന് മാറ്റാൻ പറ്റുകയാണെങ്കിൽ ഇന്ന് ടൈം ഉണ്ടെങ്കിൽ ഈ ഫ്രെയിംസൊക്കെ ഒന്ന് മാറ്റാം. എന്നിട്ട് കുറച്ച് നല്ല ഡിസൈൻസൊക്കെ ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളെ ടൈം ടൈം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ എനിക്ക് കുറച്ച് പണിയുണ്ട്. ഇത് ഓൾറെഡി നമ്മൾ അഡ്രസ്സിൻ്റെ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. A4 ഷീറ്റിൽ പ്രിൻ്റ് ചെയ്യുന്ന A4 ഷീറ്റിൽ പിന്നെ 4 എണ്ണാക്കിയിട്ടാണ് പ്രിൻ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആദ്യം ഞങ്ങളെന്ന് വെച്ചാൽ ഈ 2 എണ്ണമായിട്ടാണ് A4 ഷീറ്റിൽ ഇങ്ങനെ പ്രിൻ്റ് ചെയ്യൽ. പിന്നെ കുറച്ച് നമ്മൾ അതിൻ്റെ പാറ്റേണൊക്കെ ഒന്ന് മാറ്റി അഡ്രസ്സിൻ്റെ. അപ്പം എന്ന് വെച്ചാൽ ഒരു A4 ഷീറ്റിൽ 4 എണ്ണം പ്രിൻ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ബാക്കി ഞാൻ എഡിറ്റിങ്ങും പ്രിൻറ്റിങ് പരിപാടിയൊക്കെ നോക്കട്ടെ. അപ്പോൾ നമ്മൾ പ്രിൻറ്റിങ് ഇതിപ്പോൾ 3 എണ്ണം പെട്ടെന്ന് പ്രിൻറ്റ് ചെയ്താൽ കേട്ടോ. അതെന്ന് വെച്ചാൽ കസ്റ്റമർക്ക് ഫോട്ടോ വേണം. അപ്പോൾ ഫോട്ടോ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള 3 എണ്ണം വേഗം പ്രിൻറ്റ് അയച്ചത്. അത് എന്നിട്ട് വേഗം പാക്കേജ് വേണം ഫോട്ടോ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളതൊക്കെ ഈവനിങ് ആകുമ്പോഴത്തേക്ക് പാക്ക് ചെയ്താൽ മതിയാവും. നമ്മൾ സിൽക്ക് പിന്നെ ഫോട്ടോ ഇട്ടിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ മിസ്സായി പോയ വീഡിയോയിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഒരു പാക്കിൽ നമ്മൾ 100 എണ്ണം ഉണ്ടാവും കേട്ടോ. 100 സിൽക്കിക്ക് എത്ര റുപ്യേനും? 400. അപ്പം 100 എണ്ണത്തിന് 450 കേട്ടോ റേറ്റ് വരുന്നത്. ഇതിന് കുറച്ച് വലിയ സൈസാണ്. ഞാൻ നമ്മളെ എല്ലാ ഫ്രെയിംസും കൂടി കൊള്ളുന്ന സൈസായതുകൊണ്ട് എനിക്കൊന്ന് കൂട്ടത്തിൽ കുറച്ച് വലുത് ഇതാണെന്ന് തോന്നുന്നു. ആദ്യം നമ്മൾ A4-നുള്ളതും A5-നുള്ളതും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ സിൽക്കി വാങ്ങിയിരുന്നു കേട്ടോ. പക്ഷേ അതെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ A5 നമുക്ക് അത്ര ഓർഡർ ഉണ്ടാവില്ല. ഏറ്റവും കൂടുതൽ ഉണ്ടാവും A3. അപ്പോൾ നമ്മളെല്ലാം കൂടി കൊള്ളുന്ന ഒരു സൈസായിട്ടാണ് ഈ ഒരു സൈസ് വാങ്ങിച്ചിട്ടോ. അത് ഞാൻ ആ റൂമിൽ കൊണ്ടുവയ്ക്കട്ടെ. ഈ സിൽക്കിൻ്റെ സൈസ് വരുന്നത് 20 ഇല്ല ഈ സിൽക്കിൻ്റെ സൈസ് വരുന്നത് 16-20 കേട്ടോ. കുറച്ച് വലിയ സൈസാണ്. ഇത്രയും സെറ്റായിട്ടാണ് ഉണ്ടാവുക. ഇതാണ് ഇത്ര ഉണ്ടാവും കേട്ടോ.
ഒരു എത്ര 100 എണ്ണമല്ല ഇതിൽ 100 എണ്ണത്തിൻ്റെ സെറ്റ്. ഇന്നലെ നമ്മൾ വെള്ളത്തിന് വിളിച്ച് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു ഈവനിങ് തന്നെ വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇത് നമ്മളെ വെള്ളം എടുക്കുന്ന സാധനമല്ലേ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് റെഡി. ബോട്ടിൽ ഉണ്ടല്ലോ, വെള്ളം വേണ്ടല്ലോ. ഈ ബോട്ടിൽ പുറത്തേക്ക് വെക്കട്ടോ. ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടോ, ഒരു തുള്ളി വെള്ളം. അപ്പോൾ ഈ ബോട്ടിലും കൂടി എടുത്ത് പുറത്ത് വെക്കട്ടെ. പുറത്ത് വെച്ചാൽ ഒരു ഇവിടുന്ന് എടുത്തോളൂ കേട്ടോ. നമുക്ക് തെർമോക്കോളൊക്കെ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇന്ന് തെർമോക്കോൾ എടുക്കേണ്ട ആവശ്യമില്ല. ഇന്ന് നമുക്ക് ഫ്രെയിം എടുക്കാൻ പോകണ്ട കേട്ടോ. ഫ്രെയിം കഴിഞ്ഞിട്ടുണ്ട്. ഫ്രെയിം കുറച്ച് കഴിഞ്ഞിട്ട് പോയിട്ട് എടുത്ത് വരണം കേട്ടോ. എന്നിട്ട് വേണം ബാക്കിയുള്ളതൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഏരിയ നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. ഈ ഏരിയയിൽ ഇത് മറ്റേ വേസ്റ്റ് എടുക്കാൻ വരുന്നവർക്ക് കൊടുക്കില്ല. നമ്മൾ വേസ്റ്റ് എടുക്കാൻ വരുന്നു പറഞ്ഞു. അപ്പോൾ ഒരു വന്നില്ല. ഒരു ഫ്രൈഡേയ്സിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ വരുന്ന ദിവസം ഒരു കൊടുക്കണം. പിന്നെ ഈ കാർഡ്ബോർഡ് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇതിവിടെ ഒരു സ്ക്രാപ്പ് ഉണ്ട്, അവിടെ കൊണ്ടുപോയി കൊടുക്കുക കേട്ടോ ചെയ്യുക. അകത്ത് കുറച്ചുകൂടി ഉണ്ട്. നമ്മൾ ഫോട്ടോ പേപ്പർ കൊണ്ടുവന്ന കാർഡ്ബോർഡില്ലേ, അപ്പോൾ അതൊക്കെ ഉണ്ട്. അതൊക്കെ ഒരുമിച്ച് ആക്കിയിട്ട് നമുക്ക് ഇവിടുത്തെ സ്ക്രാപ്പ് കൊണ്ടുപോയി കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് പണിയുണ്ട്, ഞങ്ങൾക്ക് രണ്ടാകും കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഇപ്പോൾ ടൈം ഉച്ച ആയിക്കണം കേട്ടോ. അപ്പോൾ ഈ പണി കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്യാൻ പോവാം കേട്ടോ. കുറച്ച് സാധനം റീവർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി എഡിറ്റ് ചെയ്തിട്ട് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കണം. ഇത് കസ്റ്റമർ അപ്രൂവ് വന്നാൽ അതുകൂടെ പ്രിൻ്റ് ഇടാലോ വിചാരിച്ചിട്ടാണ്. ലഞ്ച് ബ്രേക്കിൻ്റെ സമയമാണ് കേട്ടോ ഇപ്പം. പിന്നെ എന്താ കഴിക്കണ്ടേ. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഫ്രെയിം എടുക്കാൻ പോകണം, ഡിസ്പാച്ച് ചെയ്യാൻ പോകണം, അങ്ങനെ കുറേ പണിയുണ്ട്. നമുക്ക് ബസ്സിൽ നിന്ന് കിട്ടിയ ബാക്കി പൈസ ഇത് ഇതിൽ ബാഗിലിട്ടേക്കട്ടെ. അവിടെ നിന്ന് തൊട്ട് 18 റുപ്യ കേട്ടോ. അപ്പോൾ 20 റുപ്യ കൊടുക്കുമ്പോൾ 2 റുപ്യ ചില്ലറ കിട്ടല്ലോ. അതാണ് സംഭവം. ഈ വിക്സിൻ്റെ മൂടി ഇട്ടിടും. ഇത് കാറ്റായി പോകും കേട്ടോ. അല്ലേ, കാറ്റല്ല, വിക്സിൻ്റെ പവർ പോയി പോകും. ഇല്ലെങ്കിൽ ഇത്ര നേരമായിട്ട് നമ്മൾ ഫുഡ് എന്താ കഴിക്കേണ്ടത് തീരുമാനിച്ചില്ല കേട്ടോ. ഇത് പിന്നെ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുപോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇനി ഉച്ചക്കത്തെ ഫുഡ് എന്താ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഡയറ്റ് ആണെങ്കിൽ നമ്മൾ കറക്റ്റ് ടൈമായിട്ട് ഫുഡ് കഴിച്ച് ഞാൻ കുറച്ചുകൂടി തടിക്കും. അതാണ് ജീൻസിൻ്റെ ഒക്കെ വെയിറ്റ് ഉണ്ടാവുന്നു. 40 ജീൻസിനായിട്ട് കറക്റ്റ് ഫോട്ടോ. അപ്പോൾ 40 ആയിരിക്കും വെയിറ്റ് വരാം. ചാറ്റ് GPT പറയുന്നത് എന്താ പറയുക, യു ആർ ഓൺ അണ്ടർ വെയ്റ്റിലാണെന്നാണ് ചാറ്റ് GPT പറയുന്നത്. 44 to 55 kg വരെ ആണെങ്കിൽ കറക്റ്റ് ഉണ്ടാവുന്നത്. അതായത് നോർമൽ വെയിറ്റ് റേഞ്ചിലേക്ക് വരും. എൻ്റെ ഹൈറ്റ് വെച്ചിട്ട് ആ ഒരു വെയിറ്റ് റേഞ്ചിലേക്ക് വരുന്നതാണ് പറയുന്നത്. അപ്പോൾ ഒരു 4 കിലോ കൂടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു നോർമൽ ഇതിലേക്ക് കയറാൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ 43 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് മുന്നേ വരെ. പക്ഷെ അതിനേക്കാൾ ഒരു കൊല്ലം 1.5 കൊല്ലം മുന്നേ വരെയാണെങ്കിൽ ഞാൻ 37, 39 ആ ഒരു കാറ്റഗറിയില്ല. 40ലേക്ക് ആവറേ ഇല്ലേനു. ഇപ്പം അടുത്താണ് 40ലേക്ക് ആവാൻ തുടങ്ങിയത്. ഞാൻ 43 വരെയൊക്കെ ആണ്. 43 ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം ഒരു മുഖത്ത് കുറച്ചൊരു ഇത് തോന്നിക്കും. ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ ഓവർ ഇങ്ങനെ ഒട്ടി കിടക്കില്ല, കുറച്ചൊന്നും ഇങ്ങനെ മാറി വരും. പിന്നെ ഇതിൽ വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. കുറച്ച് എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ഒക്കെ എന്തൊക്കെയാണ് കഴിക്കണ്ടേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ ചാറ്റ് GPT പറഞ്ഞിരുന്നത്. ഡയറ്റ് ഓൾറെഡി ഞാൻ ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇനി ചെയ്യണം. ഞാൻ എന്ന് വെച്ചാൽ ഞാൻ പണ്ട് മുതലേ മെലിഞ്ഞിട്ടാണ്. ഞാൻ നല്ല ചെറുതാകുമ്പോൾ കുറച്ച് തടി ഉണ്ടായിരുന്നു. എന്നാൽ അതിന് ശേഷം മുതലേ ഞാൻ കുറച്ച് അത്യാവശ്യം നല്ല മെലിഞ്ഞിട്ട് തന്നെ ആയതുകൊണ്ട് എനിക്കെന്ന് വെച്ചാൽ കുറേ ഈ ബോഡി ഷേമിങ് ഞാനും പണ്ടേ കേട്ടിട്ടുള്ള ഒരാളാണ്. അതിപ്പോൾ സ്കൂളിൽ നിന്നാണെങ്കിലും ഇപ്പോൾ എന്താ പറയുക കുടുംബക്കാരുടെ അടുത്ത് നിന്നാണെങ്കിലും നാട്ടുകാരുടെ അടുത്ത് നിന്നാണെങ്കിലും കൂടുതൽ ബോഡി ഷേമിങ് ഞാൻ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. അപ്പം എന്താ വെച്ചാൽ ചെറുപ്പത്തിലേ ആ ബോഡി ഷേമിങ് കേട്ടിട്ട് എനിക്കതൊരു പ്രശ്നമല്ലാണ്ടായി. പണ്ട് കേൾക്കുമ്പോൾ കുറച്ചൊരു വിഷമം തോന്നിയിരുന്നു. ലൈക്ക് ഇങ്ങനെ ശോഷിച്ച് പോയതായിരിക്കും, അരണ്ടിച്ച് പോയത്, അങ്ങനെ എന്തൊക്കെയോ അങ്ങനത്തെ ഒരു ടൈപ്പ് വേർഡ്സാണ് ആൾക്കാർ യൂസ് ചെയ്യുക നമ്മളെ പറയാൻ വേണ്ടിയിട്ട്. മെലിഞ്ഞതിന് അങ്ങനെയൊക്കെ രീതിയിലാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക. അപ്പം എന്താ വെച്ചാൽ നമ്മൾ നാളെ മുതലെങ്കിലും ഡയറ്റ് എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. നാളെ ഡയറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 2-3 വീക്കിൻ്റെ ഉള്ളിൽ ചെറിയ രീതിയിൽ നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റാറുണ്ട്. അങ്ങനെ കേട്ടോ ഉണ്ടാവില്ല. പിന്നെ കുറച്ചൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റൂട്ടീന് ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് കേട്ടോ കുറച്ച് മുന്നേ ഉണ്ടായത്. ഞാൻ ആ ഒരു കറക്റ്റ് രീതിയിൽ പോയപ്പോൾ ഞാൻ 43 kg ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുപോലെ വെയിറ്റ് ഈ പ്രാവശ്യം കൂട്ടണം എന്നാണ് വിചാരിക്കുന്നത്. എടുക്കാൻ വേണ്ടി പോകാൻ വിചാരിച്ചേനെ. പക്ഷെ ചെറിയൊരു മഴക്കാറ്, ഇപ്പോൾ ചെറിയൊരു വെയിൽ വരുന്നുണ്ട്. ഇങ്ങനെ മഴക്കാറും വെയിലും അങ്ങോട്ട് മാറി വരുന്നുണ്ട്. പക്ഷെ എന്താ പ്രശ്നം നമ്മൾ അഥവാ ഫ്രെയിം എടുക്കാൻ പോയി വരുമ്പോൾ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഫ്രെയിം കൊണ്ടുവരാൻ ടാസ്ക് ആവും. പക്ഷെ മഴ പെയ്യില്ല എന്ന് വിചാരിക്കാം കണ്ടിട്ട്.
മഴ പെയ്യണമെങ്കിൽ തണുപ്പൊക്കെ കുറയും, പക്ഷേ എന്തല്ല മഴ പെയ്യണമെങ്കിൽ ചൂട് കുറയും. പക്ഷേ ഇപ്പോൾ മഴ പെയ്യോ എന്താ കൺഫർമേഷൻ എടുക്കുക, 5 മിനിറ്റ് ഇരുന്നിട്ട് കൺഫർമേഷൻ എടുക്കുക. ചിലപ്പോൾ ഏതായാലും ഗൂഗിൾ നോക്കി നോക്കുക എന്താ അവസ്ഥ എന്ന്, മഴ ഉണ്ടോ അല്ലെങ്കിൽ വെയിലാണോ എന്നുള്ളത്. ഇനിയിപ്പോൾ എന്തായാലും പോവാം, മഴ പെയ്യുകയാണെങ്കിൽ അപ്പം എന്താ ചെയ്യാൻ അപ്പം നോക്കാം നമുക്ക്. അപ്പം തൽക്കാലം നമുക്ക് പോയിട്ട് ഫ്രെയിമൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ലഞ്ച് ക്യാൻസൽ ചെയ്ത് എന്നിട്ട് ചായ കുടിക്കാൻ പോവാൻ വിചാരിച്ചിട്ടോ. അപ്പം നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങിട്ടോ. ഇപ്പോൾ വണ്ടി ഒന്ന് പെട്രോൾ അടിക്കണം, അപ്പോൾ പെട്രോൾ അടിക്കാൻ വേണ്ടി പോവാണേ. പെട്രോളൊക്കെ അടിച്ച് ഇനി നേരെ ഫ്രെയിം എടുക്കാൻ പോവാം കേട്ടോ. ഷോപ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ സാധനം പുറത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ ഇവിടുന്ന് എടുക്കാം. അപ്പോൾ കുറച്ച് ഫ്രെയിംസ് നമ്മൾ വണ്ടീൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ളത് ഞാൻ ബാക്കിൽ നിന്ന് പിടിക്കുക കേട്ടോ ചെയ്യുന്നത്, ബാക്കിൽ നിന്ന് പിടിക്കുക ഇത്രയും ഫ്രെയിംസ്. അപ്പോൾ നമ്മൾ ഫ്രെയിമൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടോ. ഇനിയിപ്പം ഓൺ ഡിസ്പ്ലേ ചെയ്തോളൂ, ഞാൻ അപ്പോൾ വീട്ടിലേക്ക് പോകട്ടോ, ലേറ്റ് ആയതുകൊണ്ട്. അപ്പം എന്താ വെച്ചാൽ ഇപ്പോൾ കുറച്ച് കിതക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഫ്രെയിം എടുത്ത് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു കിതപ്പാട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. മെയിനായിട്ട് ഇനിയിപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായിപ്പോയി, അതാണ് ഞാൻ ഫ്രെയിം ആക്കുന്നതും ഡിസ്പ്ലേ ചെയ്യാൻ പോകണേയും കൂടി കാണിച്ചത്. പക്ഷെ എനിക്ക് വീട്ടിലേക്ക് പോകാൻ സമയമായതുകൊണ്ട് ഞാൻ പോകണം, ബാക്കിയൊക്കെ ഓണാട്ടോ ചെയ്യാം. അപ്പം നാളെ 6 മണിക്ക് കാണാം.